ഇന്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോൾ എന്നിവ വഴി നടത്തുന്ന ഭീഷണി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സൈബർ സ്റ്റാക്കിംഗ്. സൈബർ സ്റ്റാക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന IT ക്വിസ്. സൈബർ കുറ്റകൃത്യങ്ങൾ നിയമങ്ങൾ ഉൾപ്പെടുത്തിയ ക്വിസ്. UPSS, HSS, PSCGK എന്നിവയ്ക്ക് അനുയോജ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യുക. ഒപ്പം ഹൈപ്പ് നൽകാനും മറക്കല്ലേ. സ്വാഗതം ഒരിക്കൽ കൂടി. കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? സലാമി അറ്റാക്ക്. സലാമി അറ്റാക്ക്. വ്യാജ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് വിവരങ്ങൾ ചോർത്തുന്ന പ്രവൃത്തിക്ക് പേരെന്ത്? ഇമെയിൽ സ്പൂഫിംഗ്. ഇമെയിൽ സ്പൂഫിംഗ്. സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്കാരത്തിന്, അതുമല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക്, അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് എതിരായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരെന്ത്? സൈബർ ടെററിസം. സൈബർ ഭീകരവാദം. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സൈബർ ക്രിമിനലിനെ വിളിക്കുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സുരക്ഷിതവും ഭദ്രവുമാക്കാനും നിയന്ത്രിക്കാനുമായി ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത് എന്നാണ് അറിയാമോ? 2000 ഒക്ടോബർ 17. കമ്പ്യൂട്ടറിൽ ശേഖരിച്ച ഒരു ഡാറ്റയിൽ എൻട്രി നടത്തിയ വ്യക്തിയോ കമ്പ്യൂട്ടർ വൈറസോ മാറ്റം വരുത്തിയാൽ ആ കുറ്റത്തിന് പറയുന്ന പേരെന്താണ്? ഡാറ്റ ഡിഡ്ലിംഗ്. ഡാറ്റ ഡിഡ്ലിംഗ്. കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരെന്ത്? സൈബർ വാൻഡലിസം. സൈബർ വാൻഡലിസം. ഉപയോഗപ്രദമായി തോന്നിപ്പിക്കുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഫയലുകളെയും വിവരങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പേര് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്നാണ് പറയുക. വെബ് സെർവറുകളെ ലക്ഷ്യമിടുന്ന ഡോസ് അറ്റാക്കുകൾക്ക് പറയുന്ന പേര് ഡോസ് എന്നാൽ ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക്. അതാണ് ഡോസ് അറ്റാക്ക്. കമ്പ്യൂട്ടർ ഒരു ഉപകരണമാക്കിയോ ലക്ഷ്യമാക്കിയോ കുറ്റം ചെയ്യുന്നതും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ തുടർന്നും ഏർപ്പെടുന്നതും ഏതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്ന് പറയാമോ? സൈബർ ക്രൈം. ഇവയെല്ലാം തന്നെ സൈബർ ക്രൈം ആണ്. ആതിഥേയത്വം ഒന്നുമില്ലാതെ തന്നെ സ്വയം പകർത്താനും മറ്റു കമ്പ്യൂട്ടറുകളിലേക്ക് വ്യാപിക്കാനും കഴിയുന്നത് വൈറസ്, വേം, ട്രോജൻ എന്നിവയിൽ ഏതിനാണ് എന്ന് പറയാമോ? വേം. വേമുകൾക്കാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കാത്തത് ഏതാണ് പറയൂ? സ്പൈവെയർ, കുക്കീസ്, വൈറസ്, മാൽവെയർ. കുക്കീസ്. ഉത്തരം കുക്കീസ്. ഒരു കമ്പ്യൂട്ടറിലെയോ നെറ്റ്വർക്കിലെയോ സുരക്ഷയെ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് ഹാക്കിംഗ്. ഹാക്കിംഗ് എന്നാണ് പറയുക. ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ കൈക്കലാക്കാൻ നടത്തുന്ന വഞ്ചനാപരമായ ശ്രമം നടത്തുന്ന കുറ്റത്തിന് പേര് ഫിഷിംഗ്. ഫിഷിംഗ് എന്നാണ് ഈ കുറ്റത്തിന് പേര്. അനധികൃതമായി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കടന്നു കയറുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഫയർവാൾ.
ഫയർവാൾ എന്നാണ് ഈ സംരക്ഷണ ഭിത്തിക്ക് പേര്. സോഫ്റ്റ്വെയറുകളുടെ വ്യാജ പതിപ്പുകൾ നിർമ്മിക്കുക, വിതരണം നടത്തുക, വിൽക്കുക എന്നീ കുറ്റങ്ങൾക്ക് പൊതുവെ പറയുന്നത് കൗണ്ടർഫീറ്റിംഗ് എന്നാണ് പൊതുവെ പറയുക. ഡിജിറ്റലായി ശേഖരിക്കപ്പെടുന്ന വ്യക്തിവിവര സുരക്ഷ, പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പരിഷ്കരിച്ചത് ഏതു വർഷമാണ്? 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കൂടി അതിൽ ഉൾപ്പെടുത്തി. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമായ കുറ്റമായി പറയുന്നത്? സെക്ഷൻ 67 പ്രകാരം. IT ക്വിസ് പഠിക്കാൻ ജയിക്കാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 2019 ആഗസ്റ്റിലാണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്നറിയാമോ? ഉത്തരം ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റകൃത്യത്തിൽ ആവശ്യമായ അന്വേഷണം നടത്തിയത് ഏത് ഏജൻസിയാണ്? CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കുറ്റവാളി എന്നറിയപ്പെടുന്നത് ആര്? ആസിഫ് അസീം ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്ന സ്ഥലം ഏതാണ്? ബംഗളൂരുവിലാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ എഡിഷൻ പുറത്തിറക്കിയ ആദ്യ ന്യൂസ് പേപ്പർ ഏതാണ്? ദ ഹിന്ദു. 1995 ഇന്ത്യയിൽ ഡിജിറ്റൽ എഡിഷൻ ഈ പേപ്പർ പുറത്തിറക്കിയ മലയാള ഭാഷയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്? ദീപിക. ഇനി ഇതാ നിങ്ങൾക്കായി 2 ചോദ്യങ്ങൾ കൂടി. അതിലൊരു ചോദ്യം ഉത്തരം കമന്റ് ചെയ്യാനുള്ളതാണ്, മറക്കല്ലേ. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ നന്നായി ഉപയോഗിക്കാനും ഒപ്പം പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ഡാഷ്. സൈബർ സാക്ഷരത, സൈബർ ലിറ്ററസി. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പർ എത്ര? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.